സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന ബംഗ്ലാദേശിന് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ തയ്യാറായി എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് യൂനിസിന്റെ പോസ്റ്റ് ശ്രദ്ധ നേടുന്നതോടെ ഇലോൺ മസ്കിലൂടെ ബംഗ്ലാദേശിന് ജാക്ക്പോട്ട് അടിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ബംഗ്ലാദേശ് നിലവിൽ ഇന്ത്യയുമായി സംഘർഷത്തിന്റെ പാതയിലാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് നേരിടുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞു. ഇതിനു കാരണം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസാണ്. ബംഗ്ലാദേശിൽ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ ഇടയ്ക്കിടെ ഇന്ത്യയുമായി അസ്ഥിരപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് നടത്തിയത്. ഇതുമൂലം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി നിലവിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും രാജ്യത്തെ ഇടക്കാല സർക്കാർ അതിനെയൊന്നും വകവയ്ക്കാതെയുള്ള സമീപനമാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. ബംഗ്ലാദേശിന്റെ ഈ സമീപനത്തെ ഇന്ത്യ ശക്തമായി എതിർത്തു. ഈയൊരു സാഹചര്യത്തിലാണ് ഇലോൺ മസ്ക് ബംഗ്ലാദേശിന് ഇന്റർനെറ്റ് സഹായവുമായി രംഗത്തു വരുന്നത്. സ്റ്റാർലിങ്ക് എന്ന പേരിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ബംഗ്ലാദേശിന് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇലോൺ മസ്കുമായി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ യൂനിസ് നടത്തിയിട്ടുണ്ട്. മസ്കുമായി വീഡിയോ കോളിലൂടെയാണ് യൂനിസ് വിഷയം ചർച്ച ചെയ്തത്. എലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ച വിജയകരമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ബംഗ്ലാദേശിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, യൂനിസ് തന്റെ എക്സ് പേജിൽ കുറിച്ചു. ചർച്ച വിജയിക്കുകയും എലോൺ മസ്ക് ബംഗ്ലാദേശിന് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുകയും ചെയ്താൽ അത് ബംഗ്ലാദേശിന് വലിയ സഹായമാകുമെന്നാണ് യൂനിസ് വ്യക്തമാക്കുന്നത്. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഉപഗ്രഹം വഴിയാണ് നൽകുന്നത്. അതിനാൽ ഈ സൗകര്യം എവിടെയും ഉപയോഗിക്കാം. ഇതിനർത്ഥം എലോൺ മസ്ക് ബംഗ്ലാദേശിന് ഭാഗ്യം കൊണ്ടുവരുന്നുവെന്ന ചോദ്യങ്ങളാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരിൽ നിന്നും ഉയരുന്നത്. എലോൺ മസ്കിന്റെ ഈ സേവനം നിലവിൽ ഇന്ത്യക്ക് ലഭ്യമല്ല. നേരെമറിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, പോർച്ചുഗൽ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാണ്. ബംഗ്ലാദേശിനും ഈ സൗകര്യം ലഭിച്ചാൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ലഭിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ബംഗ്ലാദേശും ഇടം നേടും. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് നിരവധി സവിശേഷ സേവനങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവയിൽ പ്രധാനപ്പെട്ടത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിലവിലില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ആഗോള ഇന്റർനെറ്റ് കവറേജ് നൽകുകയാണ് സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, അൺലിമിറ്റഡ് ഹൈസ്പീഡ് ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് സ്റ്റാർലിങ്ക് ലിയോ എന്ന് പേരിട്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർലിങ്ക് മിനി എന്ന കോമ്പാക്ട് പോർട്ടബിൾ കിറ്റ് ഒരു ബാക്ക് പാക്കിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനും യാത്രകൾക്കിടയിൽ പോലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകാനും കഴിയും. സ്റ്റാർലിങ്കിന് ദീർഘകാല കരാറുകൾ ആവശ്യമില്ല. ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും സേവനങ്ങൾ റദ്ദാക്കാൻ കഴിയും. വിവിധ ഉപയോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റെസിഡൻഷ്യൽ, ബിസിനസ്, റോമിംഗ് പ്ലാനുകൾ ഉൾപ്പെടെ നിരവധി വ്യത്യസ്ത പ്ലാനുകൾ സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നു.